ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അപ്പു ദേവിയോട് പറഞ്ഞ ഓരോ വാക്കുകളും ഒരുപാട് ദേവിയെയും മറ്റുള്ളവരെയും എല്ലാവരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അങ്ങനെ ദേവി തൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള അവകാശങ്ങൾ ഇനി ഉന്നയിക്കരുത് എന്നുള്ളൊരിതിൽ തന്നെയാണ് അപ്പു ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. ലാസ്റ്റ് നീ ഇങ്ങനെയൊന്നും പറയരുത് അപ്പു എന്നും പറഞ്ഞ് അപ്പുവിൻ്റെ കാല് പിടിക്കാൻ വരെ നമ്മുടെ ദേവി തയ്യാറായി. അത്രത്തോളം മനസ്സ് വേദനിച്ചാണ് ദേവി അതിനെയൊക്കെ നേരിട്ടത്. അങ്ങനെ ദേവി ആകെ സങ്കടപ്പെട്ട് അങ്ങനെ കാല് പിടിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ അത് തടഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, നീ അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു. മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിലോ ദേവി ഇരുന്ന് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അതുപോലെ എല്ലാവരും ആകെ സങ്കടപ്പെട്ട് അവരവരുടെ മുറികളിലേക്ക് പോയി. കണ്ണൻ ഇതൊന്നും ബാധകമേ അല്ല. കണ്ണൻ ആ പരിസരത്ത് പോലും വന്നതുമില്ല. കണ്ണൻ ഇതൊന്നും അറിയേണ്ട കാര്യവുമില്ല. കണ്ണൻ അങ്ങനെ ഇവരോട് യാതൊരു ബന്ധവുമില്ലാതെ തൻ്റെ വീതം ഇങ്ങ് തന്നേരെ, തൻ്റെ കാശിങ്ങ് തന്നേരെ ഇന്ന് പറയാൻ മാത്രമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ഇതും കഴിഞ്ഞ് കുഞ്ഞിനെ റൂമിൽ കൊണ്ടുപോയി ബലമായിട്ട് കട്ടിലേക്ക് കയറ്റി കിടത്തിയിട്ട് മര്യാദയ്ക്ക് ഇവിടെ കിടന്നോളണമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് വരുന്നത്. ഹരി വന്നിട്ട് ചോദിച്ചു, അപ്പു നീ ഇത് എന്തു ഭാവിച്ചാണെന്ന് ചോദിച്ചു. നീ എന്ത് മര്യാദകേടായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ ഈ കാണിക്കുന്നത് കൊണ്ട് ദേവേടത്തിയുടെ ഉള്ളിൽ എത്രത്തോളം പിടഞ്ഞിട്ടുണ്ടെന്നും ഈ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സ് എത്രത്തോളം നൊന്നിട്ടുണ്ടെന്നും നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ, എല്ലാം എൻ്റെ തെറ്റാണ് ഹരി, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വീട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. നീ എന്തിനാ മോളെ ദേവേടത്തിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വലിയേട്ടൻ്റെ കയ്യിൽ നിന്നോ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, നാളെ നമ്മൾ 4 പേരും 4 വഴിക്ക് പിരിയേണ്ടവരാണ് ഹരി. ഇപ്പോഴേ അവരുടെ മനസ്സിൽ നിന്നും മോളെ പറിച്ചെടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. നാളെ അത് നമ്മുടെ മോൾക്കും അതുപോലെ വലിയേട്ടനും വലിയേടത്തേക്കൊക്കെ തന്നെ വിനയായിട്ട് വരും, അല്ലെങ്കിൽ വിഷമമായിട്ട് വരും. ഇപ്പോൾ കുറ്റക്കാരിയാവുക എന്നുള്ളത് ഞാൻ മാത്രമല്ലേ ആകുന്നുള്ളൂ, മറ്റാരും കുറ്റക്കാരിയാകുന്നില്ലല്ലോ. എൻ്റെ പേരിലാണെങ്കിലും ആ ഒരു ബന്ധം അതിവിടം കൊണ്ട് അവസാനിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നാളെ അവർ കുഞ്ഞിനെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല, കുഞ്ഞ് അവരെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല. ഒരു നിമിഷം നേരത്തെ അവരുമായിട്ടുള്ള ആ മാനസിക അടുപ്പം മാറ്റിയില്ലെങ്കിൽ അത് നാളെ പ്രശ്നമായി തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞു പോകും, അതായത് കണ്ണന് വേണ്ടിയിട്ട് ഈ വീട് വീതം വെക്കുമ്പോൾ ഇവരെല്ലാവരും 4 വഴിക്ക് പോകുമെന്ന് അപ്പു പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഹരിക്ക് ഒന്നും പ്രതികരിക്കാൻ തോന്നിയില്ല. കാരണം അപ്പു പറഞ്ഞത് സത്യമാണ്. കണ്ണനെന്ന് പറയുന്ന വ്യക്തി ആ വീട് തല്ലി പിരിച്ചേ അടങ്ങും. അപ്പോൾ ദേവിക്കും ബാലനും മുന്നിൽ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പു ഈ ഒരു കടുത്ത തീരുമാനം എടുത്തതെന്നും അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂരത കാണിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നും അപ്പു ആയിട്ട് തന്നെ ഹരിയോട് തുറന്നു പറയുന്നു. അങ്ങനെ ഹരിയും അപ്പുവും കൂടി ഇത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും കുഞ്ഞവിടെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇവരെ നോക്കി കിടക്കുക. ഈ സമയത്ത് കൊച്ചിന് ശ്വാസം എടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരി അത് ശ്രദ്ധിച്ചു. അപ്പുവിനോട് പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട, അപ്പു അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കുഞ്ഞിൻ്റെ ഒരു അഭിനയം എന്നുള്ള രീതിയിൽ അപ്പു അതിനെ കണ്ടത്. ഒരു രക്ഷയില്ല, കുഞ്ഞിന് തീരെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പു നീ പറയുന്നത് പോലൊന്നുമല്ല, കുഞ്ഞിന് തീരെ വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഹരി വേഗം കൊച്ചിനെടുത്തപ്പോഴേക്കും അപ്പു കൊച്ചിനടുത്ത് കയ്യിലേക്ക് പിടിച്ചു. മോളെ ദേവുട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിനാണെങ്കിൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കൊച്ചിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ വന്നപ്പോഴേക്കും കുഞ്ഞിനെ അവിടെ കിടത്താൻ പറ്റില്ലല്ലോ, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഹരി പറഞ്ഞപ്പോൾ ഇപ്പോൾ ആരെയും വിളിക്കേണ്ട, ആരെയും അറിയിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ പോകുക. ഇനി അതിൻ്റെ പേരിൽ പുതിയ ബന്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലാണ് അപ്പു സംസാരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഒന്നും ഇവരോട് പറയാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഹരിയും അപ്പുവും കൂടെ നേരെ കുഞ്ഞിനെ എടുത്ത് രാത്രി ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ ദേവിയോ അല്ലെങ്കിൽ ബാലനോ അറിയുന്നില്ല. അവർ രണ്ടുപേരും മുറിയിലിരിക്കുക. അപ്പോൾ ദേവിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ബാലനാണെങ്കിൽ ദേവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് ചെല്ലട്ടെ, ഞാൻ അവിടെ ചെന്ന് മോളെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ, ഞാൻ ചെന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിലേ എൻ്റെ പൊന്നുമോൾ ഉറങ്ങില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ തൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് പോരാനായിട്ട് ഇറങ്ങുമ്പോൾ ബാലൻ പറഞ്ഞു, വേണ്ട, താനിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട, എന്തിനാ മനസ്സ് കുത്തി തുളയ്ക്കുന്ന രീതിയിൽ ചങ്കിൽ ചോര പൊടിയുന്ന രീതിയിലുള്ള അപ്പുവിൻ്റെ സംസാരങ്ങൾ ഇനിയും കേൾക്കുന്നത്? അത് കേട്ടത് നെഞ്ചു വേദനിക്കാനാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അപ്പു എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ബാലേട്ട, അതൊന്നും എനിക്ക് വിഷമം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. തനിക്ക് വിഷമം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്കറിയാടോ, താൻ എൻ്റെ മുന്നിൽ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നതെന്ന് ബാലൻ എന്തിനും ചോദിക്കുക. അപ്പോൾ എന്തു പറഞ്ഞാലും എൻ്റെ മോൾക്ക് വേണ്ടി ഞാനതെല്ലാം സഹിക്കില്ലേ എന്നൊക്കെ ചോദിച്ച് ദേവി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏതായാലും താൻ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ശിവൻ റൂമിൽ ചെന്നിട്ട് അഞ്ജുവിനോട്
ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇത്ര പെട്ടെന്ന് എന്താ ഇവിടെ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അഞ്ജു പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും അല്ല ശിവേട്ട ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാരണമാണെന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ ആ കണ്ണനെന്ന് പറയുന്നവനാണ്. അവൻ ഒറ്റൊരുത്തൻ കാരണം അപ്പൂ ഇപ്പം ഇതുപോലെ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാ ഈ പറയുന്ന അഞ്ജു എന്ന് ശിവൻ അന്നേരം ചോദിച്ചു. ഈ വീട് ഭാഗം വയ്ക്കണമെന്ന് കണ്ണൻ പറഞ്ഞതോടുകൂടി നാല് വഴിക്ക് പിരിഞ്ഞു പോകേണ്ടി വരുമെന്നുള്ള കാര്യം അപ്പുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സത്യം അറിയാവുന്നത് കൊണ്ടാണ് അപ്പു ഇപ്പോൾ ഈ നിലയിൽ പെരുമാറിയതെന്നുള്ള കാര്യം പറഞ്ഞു. പിരിഞ്ഞു പോകുന്നു എന്ന് കരുതി എന്തിനാ പോകണം അല്ലെങ്കിൽ പോകുമോ ഇതൊന്നും ഉറപ്പായിട്ടില്ല. അഥവാ പോയാൽ തന്നെ പോകുമെന്ന് കരുതി എന്തിനാണ് കുഞ്ഞിനെ അങ്ങനെ ഏട്ടത്തിയുടെ അരികളിൽ നിന്ന് അകറ്റാൻ അപ്പുയെടുത്ത് ശ്രമിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ദേവൂട്ടിയും ദേവേടത്തിയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എത്രത്തോളമാണെന്ന് ശിവേട്ടന് അറിയാമല്ലോ. അത് നാളെ പ്രശ്നമാകാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് അപ്പുവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അഞ്ജു ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇതിനൊരു അവസാനം ഉടനെ ഉണ്ടാകണമല്ലോ ശിവേട്ട, അതുവരെ നമുക്ക് കാത്തിരിക്കാം. നമ്മളായിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് ദേവേടത്തിക്കും അതുപോലെ തന്നെ അപ്പുവിനും രണ്ടുപേർക്കും വിഷമാകും. അതുകൊണ്ട് നമ്മളായിട്ടൊന്നും മിണ്ടാൻ പോകണ്ടെന്നും പറഞ്ഞ് അങ്ങനെയും കൂടെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം ഇവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവൂട്ടിയെ കൊണ്ട് ഇവർ ഹോസ്പിറ്റലിലെത്തി കൊച്ചിനെ വേഗം തന്നെ ICUയിലേക്കാക്കി. അത് കഴിഞ്ഞ് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച്, ശ്വാസം കിട്ടുന്നില്ലല്ലോ, ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കൊച്ചിന് മറ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹരിയും അതുപോലെ അപ്പവും പുറത്തിരിക്കുന്നു. കുറേ കഴിഞ്ഞിട്ടും അവിടുന്ന് ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ദേവി ഇങ്ങനെ ഇരുന്ന് പറയുന്നു ബാലനോട്, എന്താ ദേവുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, മോള് എന്താ ഒച്ചയൊന്നും വെക്കാത്ത എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞതല്ലേ, കരഞ്ഞ് തളർന്ന് കിടന്ന് ഉറങ്ങിപ്പോയി കാണും കുഞ്ഞ്. ഇനിയിപ്പോൾ താൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, നാളെ ആവട്ടെ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ ദേവിയെ സമാധാനിപ്പിക്കാം. താൻ കിടക്കാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് കിടന്നാൽ ഉറക്കം വരില്ല ബാലേട്ടൻ കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ ബാലനെ ഓർക്കാനായിട്ട് നോക്കുന്നു. എവിടെ ബാലന് കിടന്ന് ഉറക്കം വരുമോ, ബാലനും ഉറക്കം വരില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് ദേവി കുഞ്ഞുമായിട്ട് പണ്ട് ദേവി സ്നേഹത്തോട് കൂടെ ഇരുന്ന സമയത്ത് ഓരോന്ന് ചെയ്തതും ഒക്കെ ഇങ്ങനെ ഓർക്കും. എന്നിട്ട് ആ പാവക്കുട്ടി ഉണ്ടല്ലോ, ആ പാവക്കുട്ടിയെയും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ദേവിയുടെ ഇരിപ്പ്. ഇപ്പോൾ ആ പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത്. കാരണം ദേവൂട്ടിയുടെ പാവക്കുട്ടി അമ്മുക്കുട്ടി, ആ അമ്മുക്കുട്ടി ഇപ്പോൾ ദേവൂട്ടിയെ പോലെയാണ് ദേവി കാണുന്നത്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇങ്ങനെ വീട്ടിൽ നടക്കുന്നു. ഇതേ സമയത്ത് കുറേ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ച് പാതി മയക്കം പാതി ഒരു ഇതിൽ അമ്മയെന്നും പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഈ ഡോക്ടറും നേഴ്സുമാരും ഓർത്ത് അമ്മയെന്ന് വിളിക്കുന്നത് അപ്പുവിനെയാണെന്ന്. സാധാരണ കുഞ്ഞുങ്ങൾ അമ്മയെന്ന് വിളിക്കുന്നത് സ്വന്തം അമ്മയാണല്ലോ. അപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ അപ്പുവിനെ അകത്തേക്ക് വിളിപ്പിച്ചു, ഈ ഡോക്ടർ വിളിപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പു ഓടി കത്തിച്ച് ഐസിയുവിൻ്റെ അകത്തേക്ക് കയറി വരിക. കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെ കയ്യിൽ പൾസ് എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അങ്ങനെ അപ്പു ഓടി അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും തൻ്റെ മകള് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുവിൻ്റെ മനസ്സ് തകർന്നു പോയി. അപ്പോൾ ആകെ ഞെട്ടിപ്പോയി. ആ ഒരു കാഴ്ചയിലും കുഞ്ഞ് അപ്പുവിനെ അല്ല വിളിക്കുന്നത്, അമ്മയെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. ആ ഒരു അവശ നിലയിലും അതുപോലെ അത്രയും ആ ഒരു തകർന്നു പോയ അവസ്ഥയിലും കുഞ്ഞിൻ്റെ മനസ്സിൽ അത്രത്തോളം ദേവിക്ക് സ്ഥാനമുണ്ടെന്ന് അപ്പു മനസ്സിലാക്കുക. കാരണം അപ്പുവിൻ്റെ മുഖത്ത് നോക്കി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുവിന് അവിടെ യാതൊരു സ്ഥാനമില്ല എന്നുള്ള കാര്യം അപ്പുവിന് വ്യക്തമായി മനസ്സിലായി. എന്തൊക്കെ കാണിച്ചാലും ദേവൂട്ടിയിൽ നിന്നും ദേവിയെ പറിച്ചു മാറ്റാനായിട്ട് കഴിയില്ല എന്ന് അപ്പു മനസ്സിലാക്കുന്ന ആ ഒരു സിറ്റുവേഷനായിരുന്നു അത്. എന്തായാലും അവിടെ ദേവി എന്ന് പറയുന്ന അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അപ്പു എന്ന് പറയുന്ന മമ്മിയെ നമ്മുടെ ദേവൂട്ടി തോപ്പിച്ച് കളഞ്ഞു. അത്രത്തോളം അവർ തമ്മിലുള്ള ബന്ധം അഗാധമായതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിസ്സഹായതയോടുകൂടി തൻ്റെ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അപ്പു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴും കുട്ടി അമ്മ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പം അപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞു, ഞാൻ മമ്മിയാണ്, അമ്മ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ വേഗം തന്നെ അമ്മയെ കൊണ്ടൊന്ന് കാണിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. മനസ്സിന് അത്രത്തോളം ഒരു വേദന അല്ലെങ്കിൽ വല്ലാത്തൊരു ആഘാതം ഏറ്റതുകൊണ്ടാണ് കുഞ്ഞിന് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അപ്പു ഞെട്ടിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പെരുവഴിയിൽ നിൽക്കുന്നൊരവസ്ഥയായിപ്പോയി അപ്പുവിൻ്റേത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഡോക്ടർക്ക് അറിയില്ലല്ലോ. എന്തായാലും എത്രയും പെട്ടെന്ന് ദേവിയെ വിളിച്ചു കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനിയിപ്പോൾ അപ്പുവിന് ദേവിയുടെ കാല് പിടിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.
പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോസിന് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇതുപോലെ ഫേസ് ഇട്ട് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അഭിപ്രായങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പഴയതുപോലെ ഇനി നമുക്ക് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്നും ഇങ്ങനെ ഫേസ് ഇട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുകയാണേ. താങ്ക്